നവരാത്രി ദിവസങ്ങൾ ദേവീ ആരാധനയ്ക്കും പൂജകൾക്കും അതിവിശിഷ്ടമായ സമയമായി കരുതപ്പെടുന്ന ഒന്നാണ്. പ്രകൃതിയിൽ ദേവീ ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന പുണ്യനിമിഷങ്ങളായതിനാൽ തന്നെ മന്ത്രചൈതന്യവും ആചാര്യ തപസ്സും ദേവീകൃപയും ഒത്തുചേരുന്ന ഈ സംഗമനാളുകളിൽ നടക്കുന്ന ഹോമങ്ങളും പൂജകളും വിശേഷാൽ ശക്തിയും ദിവ്യ ചൈതന്യവും നിറഞ്ഞതുകൊണ്ടും ഓരോ ഭക്തരും ദുരിതശമനത്തിനായും ആയുരാരോഗ്യ സൗഖ്യത്തിനായും പങ്കെടുത്ത് കാര്യസിദ്ധി കൈവരിച്ച് ദേവീകൃപയാൽ അനുഗ്രഹീതരാകുക. എറണാകുളം പാവക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലും നവരാത്രി മഹോത്സവത്തിന് തുടക്കമായിരിക്കുകയാണ്. ശക്തിയുടെയും ഐശ്വര്യത്തിൻ്റെയും സംഗമനാളുകളായ ഈ നവരാത്രി ദിനങ്ങൾ ഇത്തവണ ഒക്ടോബർ 3 മുതൽ ഒക്ടോബർ 13 വരെ വിവിധ പരിപാടികളോടുകൂടിയാണ് ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നത്. മാന്യ ഭക്തജനങ്ങളെ, ഈ കൊല്ലത്തെ പാവക്കുളം ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവം അടുത്ത 12 ദിവസത്തെ കലാപരിപാടികളോടും ദേവീ പൂജയോടുകൂടി നമ്മൾ നടത്തുകയാണ്. ദേവിയുടെ ഓരോ ഭാവങ്ങളും ഓരോ ദിവസം ധൂളി ചിത്രകാരൻ ശ്രീ നാരായണ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ അത് വരച്ച് ആ ദേവിയുടെ സങ്കല്പത്തിൽ നമ്മുടെ ഇവിടുത്തെ മേൽശാന്തിയുടെ കാർമ്മികത്വത്തിൽ പൂജകൾ നടത്തുകയാണ്. ഈ ഓരോ ദിവസത്തെയും പൂജ ഭക്തജനങ്ങൾ ഓരോരുത്തരായിട്ട് നമ്മൾ അവിടെ അർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഈ 11 ദിവസവും ദേവിയുടെ ഇത്തവണ ശരിക്കും നവരാത്രി എന്ന് പറയുമ്പോൾ 9 ദിവസമാണെങ്കിൽ ഒരു ദിവസം കൂടുതലാണ്. ശരിക്കും 10 ദിവസമാണ് ഇന്ന് ഉൾപ്പെടെ 10 11 ദിവസം വരുന്നുണ്ട്. അങ്ങനെ ആ 11 ദിവസത്തെ പരിപാടികൾ വളരെ ഭംഗിയാക്കി തീർക്കാൻ നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എല്ലാ ഭക്തജനങ്ങളും നന്നായിട്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇത് ഗംഭീരമാക്കാനുള്ള എല്ലാ പരിപാടികളും നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും ഇത്തരം ഓരോ ഭാവങ്ങൾ വെച്ച് ദേവിയുടെ പൂജകൾ വൈകുന്നേരം 5:30 മണി മുതൽ നടത്തുന്നതാണ്. അത് എല്ലാ വാദ്യ താള ഘോഷങ്ങളോടുകൂടി നമ്മളത് നടത്തുന്നതാണ്. എല്ലാവരും പങ്കെടുത്ത് അത് വിജയശ്രീതമാക്കട്ടെ. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തു വരുന്നതാണ്. അതെല്ലാം നന്നായിട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഓരോ ദിവസവും ഓരോരുത്തരായിട്ട് നമ്മളെ ഇതിൻ്റെ ഭാഗഭാക്കാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ധൂളി ചിത്രകാരനായ പുരളിപ്പുരം ശ്രീ നാരായണൻ നമ്പൂതിരി 9 ദിവസങ്ങളിലായി ഒരുക്കുന്ന നവദുർഗ പത്മങ്ങളിൽ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ ഏഴിക്കോട് കൃഷ്ണദാസ് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ആണ് ഇത്തവണ ഇവിടെ പൂജകൾ നടക്കുന്നത്. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും പാവക്കുളത്ത് ഗംഭീരമായിട്ട് ആചരിക്കുന്നുണ്ട്. അത് മറ്റു സ്ഥലങ്ങളിൽ വളരെ വ്യത്യസ്തമായിട്ട് ആ ദേവിയുടെ നവദുർഗാഭാവങ്ങളെ ഓരോ ദിവസവും ഏത് ഭാവമാണോ ആ ദേവിക്ക് പറയുന്നത്, ഇന്നിപ്പോൾ ശൈലപുത്രി തുടങ്ങുന്നു, അതുപോലെ ഓരോ ദിവസവും ആ ഭാവങ്ങളെ ധൂളി ചിത്രകാരനായ ശ്രീ പുരളിപ്പുറം നാരായണ നമ്പൂതിരി ധൂളിയിൽ ആലേഖനം ചെയ്യും. അതിൽ വൈകുന്നേരം ദേവിയെ ആവാഹിച്ച് പൂജിച്ച് അതിനുശേഷം പ്രശസ്ത കലാകാരന്മാരുടെ കലാപരിപാടികളും അതിനിടയിൽ 9 വയസ്സായാൽ 3 വയസ്സ് മുതൽ ഉള്ള കുട്ടികൾക്കുള്ള കുമാരി പൂജ മുമ്പ് 9 ദിവസങ്ങളായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പം അത് ഒരു ദിവസമായിട്ട് ലാസ്റ്റ് ഒരു ദിവസം ആണ് എല്ലാ കുട്ടികളെയും കൂടിയിരുത്തി ഒന്നിച്ച് അത് പൂജിക്കുന്നത്. അതുപോലെ തന്നെ ഈ വർഷം ഗണപതിയുടെ വ്യത്യസ്ത ഭാവങ്ങളിൽ വ്യത്യസ്ത ഫലസിദ്ധി വരുന്ന ഹോമങ്ങൾ ഈ 9 ദിവസവും ഓരോന്ന് ക്രമീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ ദിവസവും ശ്രീവിദ്യാഹോമം, ദക്ഷിണാമൂർത്തി ഹോമം, ഗായത്രി ഹോമം, അതേപോലെ ഹയഗ്രീവ ഹോമം, സ്വയംവര ഹോമം, അശ്വാരൂഢ ഹോമം തുടങ്ങി അങ്ങനെ 9 ദിവസങ്ങളിലും വ്യത്യസ്ത ഫലപ്രാപ്തി തരുന്ന വ്യത്യസ്ത ആവശ്യങ്ങൾക്കുള്ള ഹോമങ്ങളും ഇതിനോടൊപ്പം ഓരോ ദിവസമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ അതിന് പുറമെ ഉള്ളിൽ പാർവതീദേവിക്ക് ദിവസവും അലങ്കാര പൂജ, അതുപോലെ എല്ലാ ദിവസവും രാവിലെ 12,000
ദ്വാദശാർഷി പുഷ്പാഞ്ജലി, അതുപോലെ ദേവിക്ക് പ്രത്യേക പൂജകൾ, അതുപോലെ തന്നെ ഗണപതിക്കും ദക്ഷിണാമൂർത്തിക്കും വിശേഷാൽ പൂജകൾ, അപ്പുറത്ത് ചാമുണ്ഡി ദേവിക്ക് 9 ദിവസം വിശേഷാൽ പൂജകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സമയത്തോടനുബന്ധിച്ച് ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ അടുത്ത 6-ാം തീയതി കുറേ ഇവിടെ തന്നെ ചെണ്ട പഠിപ്പിക്കുന്ന കുറേ കലാകാരന്മാരുടെ അരങ്ങേറ്റം, ഒരുപാട് കുട്ടികളുണ്ട്. അതുപോലെ ഡാൻസ് പഠിപ്പിക്കുന്നവരുടെ ഇവിടെ നിന്ന് ക്ലാസ് നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരുടെ എല്ലാം അരങ്ങേറ്റങ്ങളും പരിപാടികളൊക്കെ ആയിട്ട് അതും ഈ വർഷം ഉണ്ട്. പിന്നെ സാധാരണ ഉള്ളതായിട്ടുള്ള പുസ്തക പൂജ വെപ്പ്, അത് 3 ദിവസം, ഇപ്രാവശ്യം വ്യാഴാഴ്ച വയ്ക്കും, ഒരു ദിവസം കൂടുതൽ വരും. അപ്പോൾ അത് കഴിഞ്ഞ് വിദ്യാരംഭം, പിന്നെ അതിനോടനുബന്ധിച്ച് വാഹന പൂജ, മറ്റ് പൂജകൾ, അതെല്ലാം ഈ വർഷം ക്രമീകരിച്ചിട്ടുണ്ട്. വളരെ ജനപങ്കാളിത്തത്തോടെയും വിപുലമായ രീതിയിൽ എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ഭംഗിയായി ആചരിക്കാൻ എല്ലാ ഒരുക്കങ്ങളും അമ്പലം അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ ഭാരവാഹികൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും ആ ദേവിയെ നേരിൽ കാണുന്ന ഒരനുഭൂതി കിട്ടുന്ന രീതിയിൽ ഒരുക്കുന്ന ആ പത്മം നേരിൽ കണ്ട് ആ ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകാൻ എല്ലാവരും ഇനി 9 ദിവസം പാവക്കുളത്തേക്ക് എത്തണം. അതിനായി ആ പാവക്കുളത്തപ്പൻ്റെയും അമ്മയുടെയും അനുവാദത്തോടെ നിർത്തുന്നു. നമസ്കാരം. ഈ പാവക്കുളത്തപ്പൻ്റെയും ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് ഈ വർഷവും ഈ മഹാക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷം വളരെ വിപുലമായ രീതിയിൽ ആഘോഷിക്കുകയാണല്ലോ. ഇന്ന് ഇവിടെ നടക്കുന്ന നവദുർഗാ പൂജകളിൽ 1-ാം ദിവസമായ ഇന്ന് ശൈലപുത്രി ഭാവത്തിലുള്ള ദേവിയാണ് ആരാധിക്കുന്നത്. ശൈലപുത്രി എന്ന് പറയുന്നത് ശ്രീപാർവതി തന്നെയാണ്. ദക്ഷയാഗത്തിലെ ദക്ഷൻ്റെ അവജ്ഞയെ തുടർന്ന് ശരീരം ഉപേക്ഷിച്ച സതി പിന്നത്തെ ജന്മത്തിൽ ഹിമവാൻ്റെയും മേനയുടെയും മകളായിട്ട് ജനിക്കുന്നു. ആ ഹിമവാൻ എന്നുള്ള പർവ്വതത്തിൻ്റെ ശൈലത്തിൻ്റെ മകളായതുകൊണ്ട് ശൈലപുത്രി എന്നറിയപ്പെടുന്നു. ആ ശൈലപുത്രി പിന്നീട് തപസ് ചെയ്ത് ശിവനെ തന്നെ തൻ്റെ ഭർത്താവായിട്ട് സ്വീകരിക്കുകയാണ്. ഒരു കയ്യിൽ ഇടത്തെ കയ്യിൽ താമരപ്പൂവും വലത്തെ കയ്യിൽ ശൂലവും ധരിച്ചുകൊണ്ട് പ്രസന്നവദനയും വളരെ ലാവണ്യവതിയുമായിട്ടുള്ള രൂപത്തിലാണ് ശൈലപുത്രി ദേവിയെ ആരാധിച്ചു വരുന്നത്. യോഗശാസ്ത്രപ്രകാരം മനുഷ്യ ശരീരത്തിലുള്ള ഷഡ്ചക്രങ്ങളിൽ മൂലാധാരത്തിലാണ് ശൈലപുത്രി ദേവിയെ ആരാധിച്ചു വരുന്നത്. ഈ ദേവി എല്ലാ അഭീഷ്ടങ്ങളും ദാനം ചെയ്യുന്നതായിട്ട് പുരാണങ്ങളിൽ പറയുന്നു. ഈ പത്മങ്ങൾ തയ്യാറാക്കുന്നത് സാധാരണ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പഞ്ചവർണ്ണ പൊടികൾ തന്നെ ഉപയോഗിച്ചാണ്. പൂജയ്ക്കുള്ള പത്മങ്ങൾ തയ്യാറാക്കുന്നത് വെള്ള അരിപ്പൊടി, മഞ്ഞയ്ക്ക് മഞ്ഞപ്പൊടി, പച്ചയ്ക്ക് മഞ്ചാടി, വാഗ മുതലായ മരങ്ങളുടെ ഇല ഉണക്കിപ്പൊടിക്കുന്ന പൊടി, കറുപ്പന് ഉമിക്കരി, മഞ്ഞപ്പൊടിയിൽ ചുണ്ണാമ്പ് ചേർത്തിട്ടുള്ള ചുവന്ന പൊടി, ഈ 5 വർണ്ണങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇത് പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയാറുണ്ട്. എല്ലാ പൂജയ്ക്കും പല രീതിയിലുള്ള പത്മങ്ങൾ തയ്യാറാക്കാറുണ്ട്. പത്മങ്ങളെന്ന് വെച്ചാൽ അതിൽ ജോമെട്രിക്കൽ രൂപങ്ങളേ ഉള്ളൂ. അതിൽ ഒരു പൊടിയുടെ മുകളിൽ വേറൊരു പൊടി വരാൻ പാടില്ല. നിയതമായ നിയമങ്ങളുണ്ട്. അതനുസരിച്ച് തയ്യാറാക്കുന്നതിനോടൊപ്പം സാധാരണ ഇപ്പോൾ ഇവിടെ അഷ്ടദള പത്മത്തിലാണ് ദേവിയെ ദിവസവും പൂജിക്കുന്നത്. അതോടൊപ്പം അതാത് ദിവസത്തെ ധ്യാനത്തിലുള്ള ദേവിയുടെ രൂപം അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് അലങ്കാര രൂപത്തിൽ വരച്ചിട്ടാണ് ചെയ്യുന്നത്. അതിനും ഉപയോഗിക്കുന്നത് ഈ പൊടികൾ തന്നെയാണ്. അതിനെ വ്യത്യസ്ത രീതിയിൽ കൂട്ടിക്കലർത്തി മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നു എന്ന് മാത്രം. കൂടാതെ എല്ലാ ദിവസങ്ങളിലും രാവിലെ 5 മണിക്ക് നവരാത്രി ദിനങ്ങളിൽ ഗണപതിയുടെ വിവിധ ഭാവങ്ങളിലുള്ള ഗണപതി ഹോമങ്ങളും ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നു.
കൂടാതെ എല്ലാ ദിവസവും വൈകുന്നേരം വിവിധങ്ങളായ കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ്. നവരാത്രി ദിനം അവസാനിക്കുന്ന ഒക്ടോബർ 13-ന് കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിക്കുന്നതോടുകൂടി ഇത്തവണത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനം കുറിക്കും.